നമ്മളെല്ലാവരും മനസ്സിലാശിക്കുന്ന സുന്ദരമായ വികസിതമായ നമ്മുടെ സ്വന്തം നാട് കെട്ടിപ്പടുക്കുന്നതിനായി നമുക്ക് ചുറ്റും നടക്കുന്ന വിഷയങ്ങൾ കണ്ടെത്തി അത് വീഡിയോയിലൂടെ പകർത്തി അതിന് പരിഹാരം കണ്ടെത്തുന്നതിനായി നമ്മൾ ആരംഭിച്ച നമ്മുടെ സ്വന്തം ചാനലായ എൻ്റെ നാടിൻ്റെക്ക് എല്ലാവരോടും ഹൃദ്യമായ സ്വാഗതം നേർന്നോളൂ. കൊടകര പഞ്ചായത്തിലെ ഏറ്റവും പ്രശസ്തമായ യാത്രയിൽ വർണ്ണക്കാഴ്ചകൾ ആസ്വദിക്കാൻ പറ്റുന്ന സമുദ്രനിരപ്പിൽ നിന്നും 3000 അടി ഉയരത്തിലുള്ള കാലങ്ങൾ ഏറ്റുപറഞ്ഞ വിശ്വാസത്തിന്റെ പ്രമാണങ്ങൾ അടങ്ങിയ വിശ്വാസികളായ പിഞ്ചുകുഞ്ഞുങ്ങൾ മുതൽ പ്രായമായവർ വരെ എത്തിച്ചേരുന്ന തീർത്ഥാടന കേന്ദ്രമായ കനകമല കുരിശുപള്ളിയുടെ മുൻവശത്തു നിന്ന് ആരംഭിച്ച് ഒരു റോഡ് പേരാമ്പ്ര പള്ളിയുടെ മുൻവശത്തുള്ള ഹൈവേയിലും മറ്റൊരു റോഡ് കനകമലയിൽ നിന്നും ആരംഭിച്ച് അൽവി സെന്ററിലും അവസാനിക്കുന്ന കാലതാമസം നേരിട്ട് പണിതീരാതെ കിടക്കുന്ന പ്രധാനമന്ത്രി ഗ്രാമ സഡക് യോജന പ്രകാരം അനുവദിച്ചു കിട്ടിയ മൊത്തം 6 കോടി രൂപയുടെ പദ്ധതിയെക്കുറിച്ചാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. കഴിഞ്ഞ മാസം കനകമല ഉള്ള ജയൻചേട്ടൻ ഇതിന്റെ വിശദ വിവരങ്ങൾ എന്നോട് സംസാരിക്കുകയും ഞങ്ങൾ പഞ്ചായത്തിലും പ്രോഗ്രാം ഇംപ്ലിമെന്റേഷൻ യൂണിറ്റുമായി സ്ഥിരമായി ബന്ധപ്പെട്ട് പദ്ധതിയുടെ എക്സ്റ്റൻഷൻ ശരിയാക്കുകയും പണി തുടരാനുള്ള കാര്യങ്ങൾ ഉറപ്പുവാങ്ങിയതിനു ശേഷമാണ് ഈ വീഡിയോ ചെയ്യുന്നത്. പ്രധാനമന്ത്രി ഗ്രാമ സഡക് യോജന വഴി 2025 പണി തുടങ്ങിയ റോഡാണ് കനകമല അൽവി സെന്റർ റോഡും കനകമല JTS ജംഗ്ഷൻ മുതൽ പേരാമ്പ്ര പള്ളിനാട് വരെയുള്ള റോഡ്. അതിന്റെ പകുതി വർക്കുകൾ കഴിഞ്ഞ് 1 വർഷത്തോളമായി ഇങ്ങനെ കിടക്കാണ്. 10 മീറ്റർ 20 മീറ്റർ സ്ഥലങ്ങൾ ഒഴിച്ചിട്ടിട്ടാണ് ടാറിങ് ചെയ്തിരിക്കുന്നത്. റോഡിന്റെ 2 സൈഡ് കോൺക്രീറ്റും ചെയ്യും. ഫുള്ള് ടാറിങ് എന്ന് പറഞ്ഞ് തുടങ്ങിയ പണി ഇപ്പോൾ സ്തംഭനാവസ്ഥയിലാണ്. നമ്മൾ അധികാരികളുമായി ബന്ധപ്പെട്ടപ്പോൾ കൊടകരയുള്ള സുജിത് ബാലനും ഞാനും കൂടി ഇതിന്റെ അധികാരികളുമായി ബന്ധപ്പെട്ടപ്പോൾ എത്രയും പെട്ടെന്ന് തന്നെ ഇതിന്റെ പണി തുടങ്ങും എന്നാണ് അറിയിച്ചിട്ടുള്ളത്. 500-ൽ പരം ജനസാന്ദ്രത ഉള്ള ഉൾപ്രദേശമോ 250-ൽ പരം ജനസാന്ദ്രതയും മലയോര പ്രദേശത്തിനടുത്തു കിടക്കുന്ന ഗ്രാമങ്ങളിലുള്ളവർക്ക് വിദ്യാഭ്യാസം, കൃഷി, ആശുപത്രി, തൊഴിൽ ലഭ്യത എന്നീ മേഖലകളിൽ സാധ്യതയും വളർച്ചയും ഉണ്ടാക്കുന്നതിനും ജീവിത നിലവാരം ഉയർത്തുന്നതിനും അവസരങ്ങൾ സൃഷ്ടിക്കുന്നതിനും നഗരങ്ങളായും പ്രധാന റോഡുകളുമായും കണക്ടിവിറ്റി ഉണ്ടാക്കുന്നതിലൂടെ കർഷകരുടെ ഉൽപ്പന്നങ്ങൾ വിപണിയിൽ എത്തിക്കുവാനുള്ള സൗകര്യം ഒരുക്കുന്നതിനുള്ള എല്ലാ കാലാവസ്ഥയ്ക്കും അനുയോജ്യമായ റോഡാണ് PMGSY ലഭിക്കുന്നത്. 2025 മാർച്ച് 5-ാം തീയതി 3.6 കിലോമീറ്റർ ഉള്ള കനകമല അൽവി സെന്റർ റോഡ് 3,35,00,000 രൂപയ്ക്കും 31 ജനുവരി 2025 3 കിലോമീറ്റർ ഉള്ള കനകമല പേരാമ്പ്ര റോഡ് 2,70,00,000 രൂപയ്ക്കുമാണ് അനുമതി ലഭിച്ചുകൊണ്ട് ആരംഭിച്ചത്. പണി നടന്നുകൊണ്ടിരിക്കുമ്പോൾ സംസ്ഥാന വിഹിതം നൽകുന്നതിൽ കേരള സർക്കാർ അലംഭാവം കാണിക്കുന്നതിലൂടെ പണം നൽകാതെ വന്നപ്പോൾ കരാറുകാരൻ ജോലികൾ ഇഴഞ്ഞു നീങ്ങുന്ന കാഴ്ചയാണ് ഇവിടെ കണ്ടത്. ഇതിനുശേഷവും റോഡ് നിർമ്മാണത്തിനും ഫണ്ട് അനുവദിക്കുന്നതിനും അനാസ്ഥ തുടർന്നു. പ്രോഗ്രാം ഇംപ്ലിമെന്റേഷൻ യൂണിറ്റിലെ എക്സിക്യൂട്ടീവ് എഞ്ചിനീയറിൽ നിന്നും കരാറുകാരന് 1 വർഷം അനുവദിച്ചിരുന്ന കരാറിന് എക്സ്റ്റൻഷൻ ലഭിക്കുകയും കിട്ടാനുള്ള തുക അനുവദിച്ച് ലഭിക്കുകയും ചെയ്തതിലൂടെ ഞങ്ങളുടെ തുടർച്ചയായ ഇടപെടലിലൂടെ AE കരാറുകാരനെ കൊണ്ട് ഉടൻ പണി പുനരാരംഭിക്കുമെന്നും ഉറപ്പ് ലഭിച്ചു. എല്ലാവർക്കും വളരെ ബുദ്ധിമുട്ടാണ്. നമ്മുടെ കാര്യം മാത്രമല്ല, കാരണന്മാർക്കും വഴി ഇപ്പൊ സൈഡിൽ കൂടെ പോകാൻ പറ്റാത്ത അവസ്ഥയാണ്. വന്ന് വണ്ടി ഇരിക്കുന്ന ഓരോരോ കാര്യങ്ങളാണ്. അപ്പൊ എത്രയും പെട്ടെന്ന് റോഡ് നല്ല രീതിയിലാക്കാൻ നമ്മൾ പ്രാർത്ഥിക്കുന്നു. നിങ്ങൾ അതിനോട് സഹകരിക്കുക. അതായത് വർക്ക് നടത്തേണ്ട സമയത്ത് നടത്താണ്ട് പെരുമഴയത്തും നടത്തി കഴിഞ്ഞിട്ട് പിന്നെ അവർ നിർത്തിപ്പോയിട്ട് മഴയൊക്കെ മാറി കഴിഞ്ഞ് വന്നു. മാർച്ച് 31-നകത്ത് എല്ലാ പണിയും നടത്താമെന്ന് പറഞ്ഞുകൊണ്ട് പോയതവര്. എന്നിട്ട് മാർച്ച് 31 കഴിഞ്ഞു, ഏപ്രിൽ 31 കഴിഞ്ഞു, മെയ്യിലേക്ക് വന്നേക്കണം. അത് എന്താ അവര് നടത്തണമെന്ന് മനസ്സിലാവണില്ല. ചക്രവാഹനങ്ങൾ കൊണ്ടുപോകാൻ വളരെയധികം ബുദ്ധിമുട്ടാണ്. അപ്പോൾ നമ്മള് നല്ല വഴി കാണുമ്പോൾ വിചാരിക്കും ഇനിയും നല്ല വഴിയാണ്. എവിടെ ചെന്ന് കുണ്ടിക്കൊണ്ട് ചാടുമ്പോഴാണ് നമ്മൾ അറിയുന്നത് ഇത് മോശമായ കൊല്ലങ്ങളായിട്ട് ഈ റോഡ് കംപ്ലൈന്റ് ആയി കിടന്നാണ്. അങ്ങനെയാണ് അവർ എടുത്ത് കഴിഞ്ഞിട്ട് ഇപ്പൊ ചെയ്യുന്നു പറഞ്ഞ് ചെയ്തിട്ട് കഴിഞ്ഞിട്ട് കുറെ നാൾ അങ്ങനെ കിടന്നു. അപ്പോഴേക്കും മഴ വന്ന് അതങ്ങനെ പോയി. കഴിഞ്ഞ് മഴ വന്ന് അവർ ചെയ്ത് പകുതി റോഡ് വെച്ച് അവിടെ ഇവിടെയും കുണ്ടും കുഴിയാക്കിയിട്ടാണ് ചെയ്താക്കണേ. അപ്പോൾ അത് ശരിയല്ല. നമുക്കൊക്കെ ഈ വണ്ടിയുള്ള അതിന്റെ ഫ്രണ്ടൊക്കെ അടിച്ച് 3-4 പ്രാവശ്യം അതിന്റെ ഇതൊക്കെ മാറണേ. അവിടെയൊക്കെ പതിസ കിടന്നിട്ട് വണ്ടിമൊക്കെ പോകുമ്പോ നമ്മൾ തെറിച്ച് പോകും പിടിച്ചിരുന്നില്ല. പിന്നെ പല ഭാഗത്തും ഇങ്ങനെ വിട്ട് പണ്ട് മനുഷ്യന്മാർക്ക് ഒരു സൈക്കിളിനൊന്നും പോയി റേഷൻ കടയിൽ നിന്ന് റേഷൻ മേടിച്ചിട്ടുണ്ടെങ്കിൽ കുട്ടികൾ കൂടില്ല. ആ മാതിരി അവസ്ഥയിലൊക്കെ എടുക്കും. അൽവി സെന്ററിലേക്ക് പോകണമെങ്കിൽ സൈക്കിളിന് തീരെ പോകാനും പറ്റില്ല. അവിടെ കുറെ ഭാഗം ഒഴിവ് ആക്കി ഇട്ടേക്കാണ്. എനിക്ക് പണിയാണ് ഈ റോഡ്. ഇങ്ങനെ ഒരു വണ്ടി ഇളക്കാനോ അല്ലെങ്കിൽ ഇങ്ങനെ എടുക്കാണ്. എന്താണ് നാളായി
എൻ്റെ പേര് സൈമൺ. ഞാനിവിടെ പെട്ടിവണ്ടി ഓടിക്കുന്ന ആളാണ്. ഇപ്പോൾ ഈ റോഡ് പണിയിൽ പേരാമ്പ്രയ്ക്ക് പോണ വഴി JTS സെക്ഷൻ കഴിഞ്ഞിട്ട് അവിടുന്ന് റൈറ്റ് തിരിഞ്ഞ് പോകണമെങ്കിൽ അവിടെ കുഴികളാണ്. കുഴിയിൽ ഇപ്പോൾ മഴ പെയ്തപ്പോൾ വെള്ളം നിറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ വഞ്ചി കൊണ്ടുള്ള അവസ്ഥയാണ്. അതുപോലെ തന്നെ ചാലക്കുടി പോണ അലു സെൻറ്ററിൽ വഴിയിൽ റേഷൻ കട ജംഗ്ഷനിൽ അതും ഇതുപോലെ തന്നെ കുഴിയാണ്. അങ്ങനത്തെ ഒരു അവസ്ഥയാണ് ഇപ്പോൾ റോഡിൻ്റെ അവസ്ഥ.